പിന്നെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെ പോലുള്ള വളരെ പരിണതപ്രജ്ഞരായ സമുദായ നേതാക്കൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെയാണ് മറുപടി. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ വളരെ പരിചയസമ്പന്നരാണ്. സതീശൻ പറയുന്ന മറുപടി തന്നെയാണ് എൻ്റെയും മറുപടി. സജി ചെറിയാൻ്റെ പരാമർശം തനി വർഗീയ വികാരം ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ മലപ്പുറം ജില്ലയിൽ നേരത്തെ തന്നെ പലരും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അവിടെ ജയിച്ച ആളുകളെ നോക്കിയാൽ അറിയാം അല്ലേ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മാർക്സിസ്റ്റ് നേതാവ് മന്ത്രിയായിരിക്കുന്ന ആൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. AK ബാലൻ്റെതുപോലെ ആയിപ്പോയി. AK ബാലൻ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും, അതിനായിരിക്കും ആഭ്യന്തരം വഹിക്കാൻ പോകുന്നത് പറഞ്ഞതുപോലെ സജി ചെറിയാൻ്റെയും പരാമർശം അതിന് സമാനമായിട്ടുള്ളതാണ്. മാർക്സിസ്റ്റ് നേതാക്കൾ ഇപ്പോൾ വർഗീയത ആളിക്കത്തിച്ച്, അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വർഗീയ വികാരം ആളിക്കത്തിച്ച് നഷ്ടപ്പെട്ടു പോയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാൻ ഈ ഭൂരിപക്ഷ വർഗീയതയാണ് ഇപ്പോൾ അവർ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് അദ്ദേഹം നടത്തിയ പരാമർശം ഒരിക്കലും ഒരു മതേതര പാർട്ടിയുടെ നേതാവെന്ന് അവകാശപ്പെടുന്നയാളിന് ഒരു മന്ത്രിക്ക് നടത്താൻ പറ്റിയതല്ല. അതല്ല, വി ഡി സതീശൻ്റെ നല്ല മറുപടി വന്നിട്ടുണ്ട്. അദ്ദേഹം ഞാനും കൂടി പങ്കെടുത്ത യോഗത്തിൽ, ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. ഈ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആ യാത്രയുടെ സമാപന പരിപാടിയാണ്. മുഖ്യമന്ത്രി അവിടെ നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. 54 മിനിറ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായിട്ടുള്ളതെല്ലാം UDF ഭരിക്കുമ്പോഴാണ്. LDF ഭരിക്കുമ്പോൾ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വർഗീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറഞ്ഞു. അതിന് സതീശൻ ആകെ ഒരു മറുപടിയേ പറഞ്ഞുള്ളൂ. സതീശൻ വർഗീയതയെ എതിർക്കുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ല. ആ ഒരു അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്. വെള്ളാപ്പള്ളിയെ അദ്ദേഹം കാറിൽ കയറ്റിക്കൊണ്ടുപോയത് അത് അദ്ദേഹം പേര് പറയാതെ അദ്ദേഹം പറഞ്ഞത് വർഗീയത പ്രചരിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം വർഗീയതയ്ക്കെതിരായി ഇതുപോലുള്ള യോഗങ്ങളിൽ പറയുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. അത്രയല്ലേ പറഞ്ഞുള്ളൂ. വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങൾക്ക് സതീശൻ വളരെ സമചിത്തതയോടുകൂടിയുള്ള മറുപടി. അതിൽ കൂടുതൽ ഞങ്ങളാരും പറയേണ്ടതില്ല. വർഗീയതയെ ഞാൻ എതിർത്തിട്ടുള്ളൂ, വ്യക്തികളെ എതിർത്തിട്ടില്ല. ഒരിക്കലും വ്യക്തികളെ എതിർക്കാൻ കോൺഗ്രസ് അല്ലെങ്കിൽ UDF തയ്യാറാവുകയുമില്ല. അതുതന്നെയാണ് ഞങ്ങളുടെയും സമീപനം. കാരണം സതീശൻ ഒരിക്കലും വെള്ളാപ്പള്ളിയെയോ വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ പ്രയോഗത്തെയോ രണ്ടായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. വെള്ളാപ്പള്ളിക്കൊരു പ്രത്യേകതയുള്ളത് മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമായ SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒരിക്കലും ഈ വർഗീയമായ പരാമർശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വിഭജനമുണ്ടാക്കുന്ന സംസാരം ഒരിക്കലും അവർ നടത്താൻ പാടില്ലാത്തതാണ്. അതാണ് സതീശൻ എതിർത്തിട്ടുള്ളത്, അല്ലാതെ മറ്റൊന്നുമില്ല. ഇത്തരത്തിൽ വളരെ മോശമായ ഭാഷയിൽ ഈ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുമ്പോഴും മറ്റു കോൺഗ്രസ് നേതാക്കൾ ആരും എന്താണ് ഒന്നും പറയാത്തത്? അല്ല, അവർ പറയുന്നതിൽ അതേ ഭാഷയിലോ അതേ രൂപത്തിലോ മറുപടി പറയാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറായിട്ടില്ലല്ലോ. NSSും SNDPയും ഒക്കെ ആയിട്ട് എല്ലാ കാലത്തും സൗഹൃദത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസും UDFും. അല്ല, പിന്തുണ സതീശൻ പറഞ്ഞതിനോട് ഞങ്ങളെല്ലാം ന്യായീകരിക്കുകയാണ്. കാരണം സതീശൻ വർഗീയതയെ എതിർക്കുന്ന നിലപാടെടുത്തു, അതിനെ ഞങ്ങൾ യോജിക്കുന്നു. പിന്നെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെ പോലുള്ള വളരെ പരിണതപ്രജ്ഞരായ സമുദായ നേതാക്കൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെയാണ് മറുപടി. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ വളരെ പരിചയസമ്പന്നരാണ്. സതീശൻ പറയുന്ന മറുപടി തന്നെയാണ് എൻ്റെയും മറുപടി. ഞങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്താലല്ലേ പറയാൻ പറ്റും. അതൊക്കെ അവരുടെ അഭിപ്രായങ്ങളല്ലേ. സതീശൻ എടുത്ത നിലപാട് എന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട്. അത് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രഖ്യാപിതമായ നിലപാടാണ്. ആ നിലപാടിൽ അദ്ദേഹം മുമ്പോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ.